മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ പ്രഷർ പമ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വീടിൻ്റെ 4 ചുറ്റുമാകെ കുളമായി കിടക്കുക കേട്ടോ. അപ്പോൾ ഇന്നിവിടെ അച്ഛനും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കരുതി ഇന്നിപ്പോൾ ഈ സംഭവം എടുത്തുകൊണ്ട് വന്ന് ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി കേട്ടോ. ആകെ പായലും പൂപ്പലൊക്കെ ആയിട്ട് ആകെ വൃത്തിയായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും കരുതി നമുക്കൊന്ന് ചെയ്യാൻ കരുതി. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ എടുത്തിട്ട് വന്നു. പക്ഷെ അന്ന് എന്നെക്കൊണ്ട് നോക്കിയപ്പോൾ നമുക്ക് പറ്റാത്തതുപോലെ ഫീൽ. അതൊന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എടുത്തിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ജോലി നീങ്ങത്തില്ല. അതുകൊണ്ട് അന്ന് അതിനെ തിരിച്ചു കൊടുത്ത ശേഷം ഇന്നിപ്പോൾ അച്ഛനും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതി ഇന്നാണ് പോയി എടുത്തത് കേട്ടോ. പക്ഷെ നല്ല കിടില സാധനം കേട്ടോ. തറയൊക്കെ നല്ല നീറ്റാവുന്നുണ്ട്. ഞങ്ങളുടെ ഇൻ്റർലോക്കൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഷീറ്റൊക്കെ ചെയ്തതുകൊണ്ട് മഴ വെള്ളമൊന്നും അധികം വീഴാണ്ട് അത്ര വൃത്തികേടാവില്ല. അപ്പോൾ കരുതി എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിടാം. പെയിൻറ്റ് ചെയ്യാനാണ് ഞാൻ കരുതിയത് ഇൻ്റർലോക്ക്. പിന്നെ കരുതി പെയിൻറ്റ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും പെയിൻറ്റിങ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇൻ്റർലോക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ സംഭവം എടുത്തത് കേട്ടോ. പക്ഷേ ഈ അടിപൊളി സാധനം കേട്ടോ. പ്രഷർ പമ്പ് പായലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നല്ല ക്ഷമ വേണം കേട്ടോ. നല്ല ക്ഷമയോടെ നിന്ന് പതിയെ ഇത് ഇളക്കി വിടാനായിട്ട് പറ്റത്തുള്ളൂ. ഭയങ്കര പ്രഷറിലാണ് വരുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ കയ്യോ കാലോ ഒക്കെ അകപ്പെട്ടാലും മിക്കവാറും പണി കിട്ടും കേട്ടോ. മുറിഞ്ഞൊക്കെ പോകും. അത്രയ്ക്ക് പ്രഷറിലാണ് വരുന്നത്. തറയിൽ നമ്മൾ കോൺക്രീറ്റ് സിമെൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഇളവുന്നുണ്ട് കേട്ടോ പ്രഷർ കാരണം. പക്ഷെ നല്ല അടിപൊളി സാധനം. 700 രൂപ കേട്ടോ ഇതിൻ്റെ റേഞ്ച്. നമ്മൾ രാവിലെ എടുത്താൽ വൈകിട്ട് കൊടുക്കണം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പിറ്റേ ദിവസം കൊടുക്കണം. അങ്ങനെ കേട്ടോ. ആ കണക്കിനാണ് എടുത്തത്. അപ്പം ഞങ്ങളൊരു 7:30 8 മണിയൊക്കെ ആയപ്പോൾ ഞാനും അച്ഛനും കൂടെ എൻ്റെ പരിപാടിക്ക് ഇറങ്ങി. ഞങ്ങളൊരു 12:30 മണി വരെ വീടിൻ്റെ 4 സൈഡും അടിച്ച് കഴിക്കൊണ്ടിരുന്നു കേട്ടോ. കുറച്ച് നല്ല ക്ഷമ വേണം. ഒരാളെ കൊണ്ട് പറ്റത്തില്ല. 2 പേരെങ്കിലും ഇങ്ങനെ മാറിയും തിരിഞ്ഞും ചെയ്യണം എങ്കിലേ പറ്റത്തുള്ളൂ. ഇത് പ്രഷർ കൊടുത്ത് നമ്മൾ അടിക്കുമ്പോൾ ചുമരിലൊക്കെ 4 സൈഡിലൊക്കെ ആവുന്നുണ്ട്. ഏട്ടനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നെ കേട്ടോ. എന്നിട്ട് ഏട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ പോയി. കൂടുതലും ഞാനും അച്ഛനും കൂടെയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ടൊരു 10 മണിയൊക്കെ ആയപ്പോൾ വിശപ്പടിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി പോയി സർബത്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ സൺഡേ ആയിരുന്നു ഇന്നലെയാണ് കേട്ടോ പരിപാടിയെല്ലാം ചെയ്തത്. സർബത്ത് കടകളൊന്നുമില്ല. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പായസം പെട്ടത്. പിന്നെ പായസം വാങ്ങാൻ കരുതി. എല്ലാവർക്കും പാൽപ്പായസം ഇഷ്ടമാണല്ലോ. അങ്ങനെ പാൽപ്പായസം വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങളെല്ലാവരും ഒരു ഗ്ലാസ് കുടിച്ച ശേഷം വീണ്ടും പരിപാടി തുടങ്ങി കേട്ടോ. ഭയങ്കര മണ്ണും ചെളിയുമായിരുന്നു. ഇൻ്റർലോക്ക് അത്ര വൃത്തിയായില്ല കേട്ടോ. കാരണം അവസാനമായപ്പോൾ തളർന്നു പോയി. കുറേ മണ്ണെല്ലാം അടിപൊളിയായിട്ട് അടിച്ച് കളഞ്ഞ് കുറച്ചൊക്കെ ഒരു 80% നല്ല വൃത്തിയായി. പക്ഷേ നല്ല സംഭവം കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനും അമ്മയും വേദയും കൂടി ഡാൻസ് ക്ലാസ്സിൽ പോയി. വേദയ ഡാൻസ് ക്ലാസ്സിന് വിട്ട ശേഷം ഞാനും അമ്മയും കൂടി ലുലുവിൽ പോയിട്ടോ. അപ്പോൾ അമ്മ വന്നാൽ എപ്പോഴും ലുലുവിൽ പോയൊരു കറക്കം അത് പതിവാണ്. അതുകൊണ്ടാണ് വേദയും കൊണ്ട് ഡാൻസിന് പോയപ്പോൾ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ 3 പേരും കൂടെ ഡാൻസ് ക്ലാസ്സിന് പോയി. തിരിച്ച് വരുന്ന വഴിക്ക് ചായ എല്ലാം വാങ്ങിച്ച് കുടിച്ച് അങ്ങനെയൊക്കെ ആണ് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വേദയ്ക്കും പരിഭവമില്ല. വേദയെ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് ഞങ്ങൾ ലുലുവിൽ പോകുന്നതിൽ വേദയ്ക്ക് വലിയ പരിഭവമൊന്നുമില്ല. കാരണം മിക്കവാറും ഒക്കെ നമ്മൾ ലുലുവിൽ പോകുന്നുണ്ട്. പിന്നെ അമ്മൂമ്മയും കൊണ്ട് പോകുന്നതിലൊന്നും അവൾക്ക് വലിയ വിഷമമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ചെന്നപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോൾ സാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വേദ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ലുലുവിൽ പോയി കേട്ടോ. വേദയ്ക്ക് ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സൺഡേ പോകാൻ ചെറിയ മടി. അപ്പനും അമ്മൂമ്മയും നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു മടികൾ കാരണം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ മടി പിടിച്ച് പോവുമായിട്ട് ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവന്നു. അവിടെ ആക്കിയ ശേഷം ഞങ്ങൾ നേരെ ലുലുവിൽ വന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ആ സൈഡിലുള്ള പാർക്കിങ്ങിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് നേരെ ഫുഡ് കോർട്ട് വഴിയാണ് താഴെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ വന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്. എന്തെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. എൻ്റെ അമ്മേ ഫുഡ് കോർട്ടിലാണെങ്കിൽ എന്തൊരു തിരക്കാണെന്നറിയോ. ക്യൂ നിൽക്കും ആൾക്കാർ. ഓരോരുത്തർ എഴുന്നേറ്റിട്ട് അവിടെ ഇരിക്കാനായിട്ട് കണക്കാക്കി ഒത്തിരി പേര് ക്യൂ നിൽക്കുന്നു. ഭയങ്കര തിരക്ക് കേട്ടോ. സൺഡേ ആയതിൻ്റെ ഒരു തിരക്കാണ്. അല്ലെങ്കിൽ ഇത്രയും റഷ് ഉണ്ടാവില്ല. ഇന്ന് സൺഡേ ആയതിൻ്റെ ഒരു തിരക്കാണ്. ഉച്ച സമയം കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ ചെന്ന് അധികം ഒന്നും വാങ്ങാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. മാങ്ങ വാങ്ങി. പിന്നെ വേറെന്തോ ഒരു സാധനം കണ്ടു. എന്തോ ഒരു പപ്പട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ. അത് കണ്ടപ്പോൾ ഒരു പുതിയ സംഭവം പോലെ തോന്നി. അങ്ങനെ അത് മാത്രമേ വാങ്ങിയുള്ളൂ. വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. വേദയെ വിട്ടിട്ട് സമയം പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ട് വന്നപ്പോഴാണ് നമ്മുടെ ബാലാജി അവിടെ നമ്മുടെ ലോങ് വീറ്റ് ഹൽവ കിട്ടുമല്ലോ, അത് വാങ്ങാനായിട്ട് കയറിയത്. അപ്പോൾ അത് അവിടെ 4:30 ആവത്തുള്ളൂ. അപ്പോൾ ഇന്നലത്തെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഇത് വാങ്ങുമെന്ന് പറഞ്ഞു. കഴിക്കാനാണെങ്കിൽ ചൂടോടെ ഹൽവ കഴിക്കാം. അല്ല പാഴ്സലാണെങ്കിൽ ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. പിന്നെ ഇത് തന്നെ
ഈ ലോങ് വീറ്റ് ഹൽവ ഇന്നലെ ഉണ്ടാക്കിയത് വാങ്ങി. ചൂടോടെ ആണെങ്കിൽ ഞങ്ങളൊരു 4 മണി സമയത്തായിട്ട് അവിടെ എത്തിയത്. ഒരു 4:30 മണിക്ക് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സാദാ ഹൽവ വാങ്ങി കേട്ടോ. സാദാ അല്ല, വീറ്റ് ഹൽവ തന്നെയാണ്. ഇന്നലെ ഉണ്ടാക്കിയ ഹൽവ വാങ്ങി. ചൂടോടെയുള്ള ലോങ് വീറ്റ് ഹൽവ അല്ല വാങ്ങിയത്. ഹൽവ എല്ലാം വാങ്ങിയ ശേഷം വേദയുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ. ആ സ്ട്രീറ്റിൽ തന്നെയാണ് ഈ ബാലാജി കഫേയും. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ വേദയെ വിളിക്കാൻ പോയി. അവിടെ ചെന്ന് കുറച്ച് സമയം ഇരുന്നപ്പോൾ വേദയുടെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ വേദയും വിളിച്ചിട്ട് വീണ്ടും ഞങ്ങൾ വേദയുടെ അങ്കിളുടെ കടയുണ്ടല്ലോ അവിടെ ചെന്ന് നമ്മുടെ അടദോശയും രസവടയും വടയും കൊഴുക്കട്ടയൊക്കെ കിട്ടുന്ന കടയാണല്ലോ വേദയുടെ അങ്കിളുടെ കട. അവിടെയൊക്കെ ഞങ്ങൾ പതിയെ നടന്നു. ഇപ്പോൾ കുറച്ച് 2-3 ആഴ്ചയായിട്ട് ആ അങ്കിളുടെ കട തുറക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നു. സന്തോഷമായി. ഇവിടുത്തെ വടയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നേരെ ഇവിടെ വട കഴിക്കാനായിട്ട് വന്നു. അമ്മ ഒരു ഉഴുന്ന് വട, വേദ ഒരു ഉഴുന്ന് വട, ഞാനൊരു കൊഴുക്കട്ട, അമ്മ ഒരു ചായയും പറഞ്ഞു കേട്ടോ. എനിക്ക് ഇവിടുത്തെ കൊഴുക്കട്ട, ആദ്യം ഇവിടുത്തെ രസവട ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിച്ച് അത് മടുത്തിട്ട് ഇപ്പോൾ കൊഴുക്കട്ടയിലാണ് പിടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അടദോശയൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അടദോശ അവിയലൊക്കെ അവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ്. ഹോട്ടൽ ഗൗരീശം വേദയുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. പിന്നെ ഞാനൊരു കേസരി ഇവിടെ ഓർഡർ ചെയ്തു. അച്ഛനൊരു കേസരി പാഴ്സലും പറഞ്ഞു കേട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് ചായ വന്നു. ചായ എനിക്ക് ഇവിടുത്തെ ചായ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് ചായ നല്ല ചുക്കോ ഇഞ്ചിയോ എന്തൊക്കെയോ ഇട്ടിട്ടൊരു സ്പെഷ്യൽ ചായയാണ് ഇന്ന് അമ്മ കുടിച്ചത് കേട്ടോ. കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാം. അങ്ങനെ ഞാനും ഒരു ചായ വാങ്ങി. ആ ചായ വാങ്ങി വേദയും ടേസ്റ്റ് ചെയ്യാണ്. വേദ ടേസ്റ്റ് ചെയ്തപ്പോൾ വേദയ്ക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വേദ ഒരു ചായ വാങ്ങി കേട്ടോ. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് പിള്ളേർ ഒത്തതേ സൈക്കിൾ കളിയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മു, തേനു, ദിയ, കൊച്ചു ദിയ, വലിയ ദിയ, പിന്നെ ബോയ്സ് ടീം ഗൗതു, ആദൂസ്, താഴത്തെ വീട്ടിൽ അമ്പാടി, എല്ലാ പിള്ളേരെല്ലാ സെറ്റും ഉണ്ട് കേട്ടോ. ഗേൾസ് ഒരു സെറ്റ് സൈക്ലിങ്, ബോയ്സ് ബോൾ കളിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനും അമ്മ ഇരിക്കുകയാണ്. അമ്മ ഇരിക്കുന്ന കണ്ടപ്പോൾ വേദ പറയണം ബംഗാളി സേട്ടൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയെ കളിയാക്കുക കേട്ടോ. പിള്ളേരെ കളിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ കണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പിള്ളേരെല്ലാം ബാക്കിലിരുത്തി വേദയും ഇന്ത്യയൊക്കെ ചവിട്ടുന്നു. അപ്പം ഞാൻ വേദയോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, എന്നത് വെച്ച് നിനക്ക് ചവിട്ടാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ കൂളായിട്ട് ചവിട്ടുന്നുണ്ട് കേട്ടോ. ഞാനത് കയറിയിരുന്നപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഒരു പേടി, തറയിൽ വീഴൂ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് എനിക്കൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ അവൾ നല്ല കാര്യമായിട്ട് ചവിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ തീ കേട്ടോ വീഡിയോ എടുത്തു തരുന്നത്. അവൾ ഭയങ്കര കൂളായിട്ട് സൈക്കിൾ ചവിട്ടുന്നു. എനിക്കായിരുന്നു പേടി, ഞാൻ താഴത്ത് കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് താഴത്ത് കാല് മുട്ടുന്നു, തറയിൽ കാല് മുട്ടുന്നതായിട്ട് ഒരു കംഫർട്ടബിൾ അല്ല ഇരിക്കുന്നത്, ഒട്ടും കംഫർട്ടല്ലായിരുന്നു. പക്ഷേ വേദ അടിപൊളിയായിട്ട് നൈസായിട്ട് സൈക്കിൾ ചവിട്ടി കേട്ടോ. പിള്ളേരെയൊക്കെ വെച്ച് പറത്തി വിടും സൈക്കിളിൽ ദേയും വേദയൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഒരു കൗതുകം തോന്നിയിട്ട് ഞാനും കയറി. കയറ്റൊക്കെ കൂളായിട്ട് വേദ കയറി കേട്ടോ. എനിക്കായിരുന്നു എന്നിട്ട് പേടി. ഞാൻ എന്നിട്ട് പതിയെ ഇറങ്ങിയപ്പോഴാണ് വേദ പറയുന്നത് വേദയ്ക്ക് ഇന്ന് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് നാളെ, മെഹന്തി അൾട്ട ഇടണ്ട, മെഹന്തി ഇട്ടാൽ മതി, അൾട്ടയൊക്കെ ഡ്രസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് പോയി മെഹന്തിയും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ രാത്രി ഇരുന്ന് മെഹന്തി ഇടുകയാണ്. ഇത് ഭയങ്കര പാടുള്ള ഒരു പണിയാണ് കേട്ടോ. എന്നെ നോക്കി കുബേർ കുഞ്ചിയെ പോലെ ഇല്ലേ, ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചേട്ടോ. ഒരാഴ്ച അച്ഛനും അമ്മയും വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇതാണ് എന്നിൽ കാണുന്നത്. ഒരു പോയിട്ട് വേണം ഡയറ്റ് എടുക്കാൻ എന്നൊക്കെ പറയും. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ദൈവമേ. എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ. അതങ്ങ് വിട്ടേക്കാം. ആ വിഷയം നമുക്ക് ഓർമ്മിക്കുന്നതോറും വിഷമം വരും. അങ്ങനെ കുറേ സമയം ഇരുന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. മെഹന്തിയുടെ ഒരു പരിപാടി എനിക്കറിയത്തില്ല. വേദയുടെ നഖത്തിലിടണ്ടെന്ന് പറഞ്ഞ് നഖത്തിലിട്ടില്ല. എന്നിട്ടടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് സമയമായി. അപ്പോൾ വേദയുടെ കയ്യിൽ ഇതിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനാണ് എടുത്ത് കൊടുത്തത്. ഞങ്ങളിന്ന് മഷ്റൂം കറിയും ബിന്ദി ഫ്രൈയുമാണ് വാങ്ങിയത്. വളരെ മോശം ഫുഡായിരുന്നു ഇന്നത്തത്. രാവിലത്തെ ഇടിയപ്പം ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ഞങ്ങളിന്ന് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ്, ചെറിയ തിരക്കായതുകൊണ്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോസ് ഇടുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.